എല്ലാവർക്കും സി ജി ട്രബിൾ ഷൂട്ടിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സീനിലുള്ള ഫയൽ സ്ക്രിപ്റ്റ് ബേസ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക. അതായത് സ്പിയർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ്, അതായത് എന്തൊക്കെ ക്യാരക്ടേഴ്സോ അങ്ങനെ മോഡൽസോ, അതായത് പ്രോപ്സോ വെഹിക്കിളോ, അത് നമുക്ക് ആവശ്യമുള്ള സാധനം പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ ഒബ്ജക്റ്റും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഫോൾഡറിലേക്ക് ആവും. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. SMC ആദ്യം നമ്മൾക്ക് ഇത് മായയിൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തു അത് മെല്ലെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സാധാരണ അഥവാ കമൻസ് കിട്ടിയില്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് കമൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണോ അതൊക്കെ മെൽ സ്ക്രിപ്റ്റാണ്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് എല്ലാ ഹിസ്റ്ററി, ഇപ്പോൾ ആനിമേഷൻ ചെയ്താൽ എന്തൊക്കെ നമ്മൾ മോഡൽ ചെയ്യുക എല്ലാത്തിൻ്റെ ഹിസ്റ്ററി ഈ ഒരു വിൻഡോയിലാണ് കാണുന്നത്. ഇതിൽ ഒരു ഇതും കൂടി ഉണ്ട്, എക്കോ ഓൾ. അതും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേറെ ഉള്ളിലുള്ള നോട്ട്സുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഇത്രയും മതി. അതായത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ സാധാരണ നോർമൽ ഡീഫോൾട്ട് രീതിയിൽ ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ആ എക്സ്പോർട്ട് കൂടെ നമുക്ക് ആ മെയിൽ സ്ക്രിപ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റി അതായത് പൈത്തണിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നോർമൽ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അത് ഡെസ്ക്ടോപ്പിൽ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സ്പിയർ SPHERE സ്പിയർ. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫോൾഡറൊക്കെ സെലക്ട് ചെയ്ത് നെയിമൊക്കെ കൊടുത്ത് ഇങ്ങനെ സേവ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ മെൽ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മെൽ സ്ക്രിപ്റ്റിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അതിൽ ഫ്ലാഗിലൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നോർമൽ ഫയലിൽ മാത്രമേ ഉള്ളൂ. അതിൽ ബ്രാക്കറ്റോ ക്ലോസോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ മെല്ല് ഇങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഫുൾ സ്ക്രീൻ ആക്കാം. ഈ ഒരു സംഭവം നമ്മൾ പൈത്തണിലേക്ക് മാറ്റാം. അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പൈത്തണിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പാത്ത് എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ഉണ്ടാക്കാം. ഒരു പേര് പാത്ത്. എന്നിട്ട് അതിൽ ഈ ഒരു സംഭവം നമ്മളങ്ങോട്ട് കോപ്പി ചെയ്യാണ്. ഇവിടെ പേസ്റ്റ് ചെയ്യും. അതിന് ഈ ഒരു പാർട്ട് നമുക്കിപ്പോൾ വേണ്ട. അതായത് നമുക്ക് ഓൾറെഡി പാത്ത് കിട്ടിക്കഴിഞ്ഞു. ഈ പാത്ത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യാം. അപ്പോൾ ഈ പാത്തിൽ അതായത് ഈ ഒരു സ്ട്രിങ് ഞാൻ ഈ പാത്തിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്ത് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റാണ് ചെയ്യേണ്ടത്. ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഫുള്ള് സെലക്ട് ചെയ്യണമെങ്കിൽ അതും നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഫയലായിട്ട് വേണം എക്സ്പോർട്ട് ചെയ്തിട്ട് ആ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അത് എക്സ്പോർട്ടായിട്ട് വരണം. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ
അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സാധാരണ നമ്മളെ സെലക്ഷൻ സെൽ ഒബ്ജക്റ്റ് equal to mc dot ls selection equal to 1 bracket close. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള പോലെ തന്നെ നമുക്ക് സ്പിയർ കിട്ടി. ഇനി അത് നമുക്ക് ഒന്നും കൂടി ഈ ഒരു ഫയൽ, ഇപ്പോൾ ഈ ഒരു ലോങ് നെയിം നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ഷോർട്ടാക്കാം. അതിന് നമുക്ക് മനസ്സിലാക്കുന്നൊരു പേര് ഫയൽ നെയിം കൊടുത്തിട്ട് ഈക്വൽ ടു സെൽ എന്ന് പറയും. സെൽ OBJ, അതായത് ഈ സെയിം സാധനം തന്നെ ഞാൻ ഒന്നുകൂടി കൺവേർട്ട് ചെയ്തിട്ട് പേര് മാറ്റിയിട്ട് ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കിയപ്പോൾ അതായത് നമുക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷനെ ഞാൻ ഒന്നും കൂടി കൺവേർട്ട് ചെയ്യണം. അതായത് ഈ ഒരു സെൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒന്നും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ഫയൽ നെയിം എന്ന് പറഞ്ഞ വേറൊരു പേരിൽ ഈ ഒരു സ്റ്റോറേജ് ഇതിലേക്ക് മാറ്റി. അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ, ഫോർ ലൂപ്പ്. ഇന്നലത്തെ അതേ സംഭവം തന്നെയാണ്. ഫോർ I in ഫയൽ നെയിം അതിന് നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റൻഷൻ വേണം. ഇതിനെക്കാട്ടി മുന്നേ നമുക്ക് വേറൊരു കാര്യങ്ങൾ ചെയ്യാം. ഇതിനൊരു എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യണം, അതായത് MI. അപ്പോൾ ഈ extension എക്സ്റ്റൻഷൻ ഒരു വേരിയബിൾ ഉണ്ടാക്കി ഈക്വൽ ടു സ്ട്രിങ് ഡോട്ട് MI എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് അത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഒന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു MI എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മളതിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ മെയിൻ എന്ന് ഒരു പേര് കൊടുക്കുക. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മെയിൻ. അപ്പോൾ മെയിൻ പാത്ത് എന്നോ ഒരു മെയിൻ പാത്ത് എന്നിടാം. മെയിൻ പാത്ത്. എന്നിട്ട് നമുക്ക് ഈ മെയിൻ പാത്തിനെ, അതായത് ഈ ഒരു പാത്തായിട്ട്, അതായത് എന്താണ് പാത്ത് പ്ലസ്, അതായത് ഈ പാത്തും പിന്നെ ഈ ഫയലിൻ്റെ പേര്, അതായത് ഈ സെൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഫയൽ നെയിമും കൂടി നമുക്ക് അതിനെക്കാട്ടി മുന്നേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതും കൂടി വേണം അതിൻ്റെ കൂടെ തന്നെ. ഫോർ I in ഫയൽ നെയിം. അപ്പോൾ I in ഫയൽ നെയിം എന്ന് പറയുമ്പോൾ ഈ I ആണ് നമ്മളെ ഫയൽ നെയിം, അതായത് ഈ ഒബ്ജക്റ്റ് എന്താണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റാണ് I. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ടാബ് അമർത്തണം. ടാബ് അപ്പോൾ ബാക്ക് സ്പേസ് അടിച്ച് ഇത് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ട് പാത്ത് പ്ലസ് ഇതിൻ്റെ ഇതേപോലത്തെ ഒരു സാധനം, അതായത് എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു സ്ലാഷ് നമുക്ക് വേണം. ആ സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം ഈ ഫയൽ നെയിം ഇതിൻ്റെ കൂടെ വരും, പ്ലസ് ഡോട്ട് എക്സ്റ്റൻഷൻ വരും. അതായത് ഫോർ എക്സാമ്പിൾ എന്താണോ സെൽ ഒബ്ജക്റ്റ് പ്ലസ് എക്സ്റ്റൻഷൻ ഈ സാധനം ഇവിടെ വരും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതായത് സ്ലാഷ് വരണം, സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം ഫയൽ നെയിം പ്ലസ് എക്സ്റ്റൻഷൻ. അത് നമുക്ക് എല്ലാം കൂടി അത് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. ഇപ്പോൾ പാത്ത് പ്ലസ് സ്ട്രിങ് സ്ലാഷ്
എന്നിട്ട് എന്താണോ നമുക്ക് വേണ്ടത്, അതായത് ഫയൽ നെയിം എന്താണ്, ഈ ഐ പിന്നെ പ്ലസ് ആഡ് ചെയ്യുന്നു. എന്താണ് അടുത്തത്, എക്സ്റ്റൻഷൻ എന്താ, .ma. ഒന്നും കൂടി റൺ ചെയ്യാൻ നേരത്തെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ എക്സ്റ്റൻഷൻ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചുമ്മാ ഒന്ന് റൺ ചെയ്തൊക്കെ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു സ്പിയറിൻ്റെ പേര് വന്നു. യൂസർ ഡെസ്ക്ടോപ്പ് എക്സ്പോർട്ട്, ഈ ഒരു സ്ലാഷ് വന്നു, ഈ ഒരു സ്ലാഷാണ് ഈ സ്ലാഷ്, പിന്നെ ഈ ഐ ആണ് ഈ ഒബ്ജക്റ്റ്, എക്സ്റ്റൻഷനാണ് .ma. അപ്പം നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ട, ഫയലാണ് സേവ് ചെയ്യണം. ഫയലിൻ്റെ ഒന്നുമില്ല, ഫയലിൻ്റെ ഈ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഇത്രയും ഭാഗം നമ്മളെടുക്കും. അത് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് എടുത്ത് വെക്കാം, ഇവിടെ വെക്കാം. ഇനി നമ്മളത് ഫയലുണ്ട്. അപ്പോൾ ഫയലിന് എന്താണ്, ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബൂളിയനാണ്, ഓൺ ഓർ ഓഫ്, ട്രൂ ഫോൾസ്. അപ്പോൾ F equal to true. ഇനി അടുത്ത എന്താണ്, ഓപ്ഷൻ ഈക്വൽ ടു V equal to 0 എന്നാണ് അയക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താ നമുക്ക് നോക്കി നോക്കാം. ഓപ്ഷൻ്റെ എന്താണ്, സ്ട്രിങ് ആണോ, വാരിയബിൾ ആണോ, ബൂളിയൻ ആണോ, എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓപ്ഷൻ. ഇനി ഓപ്ഷനിൽ എന്താണുള്ളത് നോക്കാം. ഇതാണ് ഓപ്ഷൻ സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ്റെ ഷോർട്ട് ഫോം കോപ്പി ഈക്വൽ ടു ആ സെയിം സാധനം തന്നെ, എന്താണോ മെൽ സ്ക്രിപ്റ്റിലുള്ളത് അതേപോലെ തന്നെ ഇവിടെ എഴുതാം 0. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ടൈപ്പ് MA ആണോ MB ആണോ, അതായത് ഈ ടൈപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ TYP ഈക്വൽ ടു ഈ സെയിം സാധനം കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്, PR നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാം, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് ബൂളിയനാണ്. PR ഈക്വൽ ടു ട്രൂ, ES ഈക്വൽ ടു ട്രൂ. ES എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് ES. ES എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് സെലക്റ്റഡ്, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ES. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാണ്ട്, ഇതിലേക്ക് നമുക്ക് പാത്ത് ആഡ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കണ്ടത് പറഞ്ഞാൽ
ഈ ഒരു സംഭവം ഇങ്ങനെയായിരുന്നു. മെല്ലിൽ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഫസ്റ്റ് ഫയലിൻ്റെ കമൻസ് വരും. ഇതിൽ സെക്കൻഡ്, അതായത് ഫയൽസിൻ്റെ കമൻസ് ഫസ്റ്റിൽ വന്നാൽ പിന്നെ പാത്താണ് വരുന്നത്. നമ്മളിപ്പോൾ പാത്ത് എല്ലാം കൂടി ചെറുതാക്കി, ഇത്രയും പോകുന്ന പാത്ത് നമ്മൾ ചെറുതാക്കി ഇത്രയാക്കി. അതായത് ഈ പാത്തും അതിൻ്റെ സ്പിയർ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, കൊമ ചെയ്യുക, ഒരു കൊമ. അപ്പോൾ നമ്മൾ എന്തൊക്കെ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വാരിയബിൾ എപ്പോഴും ഫസ്റ്റാണ് വരിക. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തം സെക്കൻഡറിയാണ്, സെക്കൻഡ് ആയിട്ട് വരുള്ളൂ. ഒരിക്കലും നമ്മൾ ബാക്കിലോ മിഡിലോ ഒന്നും കൊടുക്കില്ല. എപ്പം കൊടുക്കുകയാണെങ്കിൽ, അഥവാ കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫ്രണ്ടിൽ തന്നെ കൊടുക്കുക. അഥവാ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എറർ കാണിക്കും. അപ്പോൾ ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും വരുന്നത് സെക്കൻഡാണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ വേരിയബിളിൻ്റെ കമൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ഫയൽ കഴിഞ്ഞ് ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ. നമുക്ക് ഇതൊക്കെ ഒന്ന്, അതായത് ഒന്നുകൂടി പറയാം. പാത്ത് നമ്മൾ ചെയ്തു. പാത്തിൻ്റെ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു എക്സ്പോർട്ട് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അത് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ വരുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. കുഴപ്പമൊന്നുമില്ല. എക്സ്പോർട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഇല്ലാത്തപ്പോൾ ആണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സംഭവം എന്തായാലും വരും, നോക്കിയോ. പാത്ത് അതെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ സെലക്ട് ഒബ്ജക്റ്റ് നമ്മൾ കിട്ടി. ഇനി ആ ഒബ്ജക്റ്റിൻ്റെ പേര് മാറ്റി നമുക്ക് മനസ്സിലാക്കാം. ഫയൽ നെയിം എന്ന് കൊടുത്തു. ഫയൽ നെയിം റൺ ചെയ്തപ്പം സ്പിയർ തന്നെയാണ്. ഫോർ ഐ ഇൻ ഫയൽ, എന്താണോ നമ്മളെടുത്ത് സെലക്ട് ചെയ്ത ഫയൽ ആ ഐ, അതായത് ഫയലിൽ ഏതാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതിൻ്റെ ഓരോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഐ ആണ്. എക്സ്റ്റൻഷൻ നമ്മൾ കൊടുത്തു .ma. എന്നിട്ട് മെയിൻ പാത്ത് പറഞ്ഞ വേരിയബിൾ കൊടുത്തതിൻ്റെ ശേഷം ഈ പാത്ത് പിന്നെ പ്ലസ് ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു സ്ലാഷ് ഇവിടെ വന്ന ഇത് തന്നെ, പിന്നെ പ്ലസ് ഐ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് പിന്നെ എക്സ്റ്റൻഷൻ പിന്നെ ഫയലിൽ വരുന്ന ഫയൽ എന്ന് പറഞ്ഞ കമാൻഡ്സിൽ ഫോഴ്സ് ഓപ്ഷൻ ഇതാണ്, ടൈപ്പ് മായാസ്കി, PR എക്സ്പോർട്ട് സെലക്റ്റഡ്. ഇനി നമ്മളിതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് സംഭവം എററൊന്നും കാണിച്ചില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഫയൽ നമ്മൾ ഉദ്ദേശിച്ച ഫോൾഡറിൽ എത്തിയിട്ടുണ്ട് ആണ് പറയുന്നത്. സംഭവം ഇത് നേരത്തെ ഫയൽ ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫയൽ നമ്മൾ ഉദ്ദേശിച്ച ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കാം. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എന്തൊക്കെയാണെന്നുള്ള വെച്ചാൽ അതെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തോ ഒബ്ജക്റ്റൊക്കെ ഇട്ട് നോക്കാം. ഇനി എന്ത് വേണമെങ്കിലും ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോരോ ഇത് പിന്നെ റണ്ടറിങ്ങിലാണെങ്കിൽ ലൈറ്റ് നമ്മളെപ്പോഴും ലൈറ്റൊക്കെ ഇടും. എന്താ വെച്ചാൽ എന്തും എല്ലാം വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കണമല്ലോ. വെക്കട്ടെ, സെലക്ട് ചെയ്യുക, റൺ ചെയ്യുക. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഹൈയാർക്കി സെലക്ട് ചെയ്യാം. സെലക്ട് ഹൈയാർക്കി,
ഇത് എത്തിയിട്ടുണ്ട്, എല്ലാ ജോയിൻസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഫയൽ വേണ്ട, അല്ലെങ്കിൽ ഒരാൾക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഇപ്പോൾ ഫോർ സീനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്രീ വേണം, ആ ട്രീ നമ്മൾ സെൻട്രൽ ഗ്രിഡിലോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ തന്നെ എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ സെയിം പൊസിഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ചേഞ്ചസ് വരേണ്ട ആവശ്യമില്ല. അതായത് സെയിം പൊസിഷൻ തന്നെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ എക്സ്പോർട്ട് ചെയ്ത് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പൊസിഷൻ തന്നെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു സീനൊക്കെയാണ്, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഫയലൊക്കെ എടുത്ത് എക്സ്പോർട്ട് അടിച്ച് അതിന് മായ ആസ്കി എന്നൊക്കെ പേര് കൊടുത്ത് പിന്നെ ആ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഭയങ്കര സമയം എടുക്കും. അതിനെക്കാട്ടി നല്ല ചുമ്മാ ഒരു ഷെൽഫ് എടുക്കുക, പേര് എക്സ്പോർട്ട് മെഷ് ഒന്നും വേണ്ട, നിങ്ങളെ ഇഷ്ടത്തിനുള്ള പേര് കൊടുക്കാം. റിഗിനുള്ള റിഗിൻ്റെ പേര്, മോഡലിംഗ് ആണ് മോഡലിംഗ്, ലൈറ്റിംഗ് ആണ് ലൈറ്റിംഗ്. അപ്പോൾ മെഷ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ എത്തി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത സംഭവം അവിടെ എത്തി. ജോയിൻറ്റ് അടുത്ത ഡിലീറ്റ് ചെയ്തു. ചെറിയ സ്ക്രിപ്റ്റാണ്, 9 ലൈനേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം വേണമെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്ഥലത്തേക്ക് തന്നെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ സെർവറിൻ്റെ ഉള്ളിലാണെങ്കിൽ സെർവറിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വെക്കാം. പിന്നെ വേറൊരു ഇതും കൂടി ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മായ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ആ ഫയൽ നമ്മൾ ഫയലിൽ കൂടെ കണ്ടുപിടിച്ച് ആ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ വരും കാലത്ത് എപ്പോഴെങ്കിലും അതിനൊരു ചേഞ്ചസോ അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു ഫയലിൻ്റെ എന്താ പറയുക, ഫയൽ സേവ് ചെയ്ത സെർവറിൽ നിന്നായിരിക്കും നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തത്. ആ ഫയലിൽ ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ഇന്നത്തെ ഡേറ്റിൻ്റെ ഫോൾഡറിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് OSഉം മായയും കൂടിയിട്ട് ചേർന്നിട്ട് ഉള്ള ഒരു സംഭവം കൂടിയുണ്ട്. അതെന്താ സംഭവം ചെയ്യാന്ന് വെച്ചാൽ, ഇന്നത്തെ എന്താണോ സിസ്റ്റത്തിൻ്റെ ഡേറ്റ്, ആ ഡേറ്റ് വെച്ചിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഈ ഫയൽ സേവ് ചെയ്യും. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ പാത്ത് കൊടുത്ത്, പക്ഷെ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിനെപ്പറ്റി എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇന്നെന്തായാലും ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസും ചെയ്യണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഇത് ഫുള്ളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് കാരണം, ഒരു 9 ലൈൻ സ്ക്രിപ്റ്റ് കാരണം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.